ഹൈക്കമാൻഡ് വിലക്കിയിട്ടും മുഖ്യമന്ത്രി ചർച്ച തുടർന്ന് നേതാക്കൾ. കെ.സി. വേണുഗോപാലിനായുള്ള കെ. സുധാകരന്റെ പരസ്യ നീക്കത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപുള്ള മുഖ്യമന്ത്രി ചർച്ചകളിൽ തെറ്റില്ലെന്നാണ് സുധാകരന്റെ വാദം. പരസ്യ പ്രതികരണങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അതൃപ്തിയിലാണ്. സൈബർ ഗ്രൂപ്പുകളിൽ നേതാക്കൾക്കായുള്ള മുറവിളിയും തുടരുകയാണ്. ടി.വി. പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ടി.വി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആണ് നടക്കുന്നത് കോൺഗ്രസ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ അറിയാം ഈ ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ളത് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളതുമാണ്. ഇതിപ്പോൾ ഈ ചർച്ച ദില്ലിയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നു. കെ. സുധാകരൻ പറയുകയും പരസ്യമായിട്ട് തന്നെ കെ.സി. വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനടക്കം അതൃപ്തി കഴിഞ്ഞ ദിവസം PMSLM അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അതൃപ്തി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്, അവർക്കുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസക്കുറവ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്, എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? ഈ പ്രതികരണങ്ങളൊക്കെ എത്രത്തോളം ദോഷകരമായി ബാധിക്കും കോൺഗ്രസിന്? ശ്രുതി, റീജിത്ത്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്നതാണ്. പക്ഷേ ഈ മൂന്ന് നേതാക്കന്മാർ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന വിവാദമാണ് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില നേതാക്കളുടെ പരസ്യ പിന്തുണ, പ്രത്യേകിച്ച് കെ. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇത്തരം ചർച്ചകൾ ഉണ്ടാകരുത് എന്ന് പല നേതാക്കളും പരസ്യമായി പറഞ്ഞു. ഹൈക്കമാൻഡ് പറഞ്ഞു, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പറഞ്ഞു, ഇത് നാണക്കേടാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആ ചർച്ച തുടരുകയാണ്. ആ ചർച്ച തുടരാനുള്ള കാരണം എന്ന് പറയുന്നത് മൂന്ന് പേരും തമ്മിൽ ആരാണ് ആവുക എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ച. അത് രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരിലും നേതാക്കളിലും മുതിർന്ന നേതാക്കളിലും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അതായത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകുന്നത് കെ.സി. വേണുഗോപാൽ തന്നെയാണ് എന്ന് മുതിർന്ന നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ തീരുമാനിച്ചു കഴിഞ്ഞാലും അതിൽ കൂടുതൽ പേരുടെ പിന്തുണയുണ്ടാവുക കെ.സി. വേണുഗോപാലിന് തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ടാവുകയും കെ.സി. വേണുഗോപാലിന് തന്നെയാണ്. രണ്ടാമത്തേത് രമേശ് ചെന്നിത്തലയാണ്. പിന്തുണയുടെ കാര്യത്തിൽ മത്സരിച്ചതിൽ എണ്ണത്തിൽ കൂടുതൽ കെ.സി. വേണുഗോപാൽ കഴിഞ്ഞാൽ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ആളുകളുടെ പിന്തുണ കുറവാണ്. പക്ഷേ പ്രാദേശികമായി നേതാക്കളും പ്രവർത്തകരും അണികളും കൂട്ടത്തോടെ വി.ഡി. സതീശന് വേണ്ടി മുറവിളി കൂട്ടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഈ മൂന്ന് നേതാക്കൾ ആരും വളരെ കൃത്യമായി ഇത് അവസാനിപ്പിക്കണം എന്ന നിലയിലുള്ള പ്രസ്താവന ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നത് എന്നത് തന്നെയാണ്. ഇത് സാധാരണ കോൺഗ്രസിൽ പതിവുള്ളതുമാണ്. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2 ആഴ്ച ഇനിയും ബാക്കിയുണ്ട്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അതിനുശേഷമേ അധികാരമാർക്ക് എന്നതറിയൂ. അമിത ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDF-ഉം. അതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച അത് മറ്റൊരു തലത്തിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റീജിത്ത്, ശ്രുതി. ശരി, വ്യക്തമാണ്. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.